അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പം ഈ വഴിയാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിൽ ഓർമ്മ വരിക, പാൽപ്പായസത്തിൻ്റെ കാര്യമാണല്ലേ. അപ്പം ഇവിടുത്തെ പാൽപ്പായസം ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ അത്ര ടേസ്റ്റുള്ള ഒരു പാൽപ്പായസം കഴിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല ഇതുവരെ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വരുന്നത് വളരെ നല്ലതാണെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കുക. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയെന്ന് പറയാം കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഏരിയ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലത്തിന് നല്ലൊരു കുളവും അമ്പലവും എന്താ പറയുക, കേരളത്തിൻ്റെ ഒരു ട്രഡീഷൻ തന്നെ വേണേൽ പറയാം. അത്ര നല്ലൊരു അമ്പലമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താ പറയുക, ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒക്കെ ഒരു പ്രതീതി തോന്നും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക്. അതേപോലുള്ളൊരു ആംബിയൻസ് ആണ്. പക്ഷേ അത്ര തിരക്കില്ല കേട്ടോ അവിടെ. ഞങ്ങൾ അത്ര സീസണിൽ പോവാത്തത് കൊണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ അമ്പലം ഉണ്ടാക്കിയത് ഒരു 15 to 17 സെഞ്ച്വറി AD ആണ്. പിന്നെ ഇത് ചെമ്പകശ്ശേരി പൂരാടൻ തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെയുള്ള ശ്രീകൃഷ്ണൻ്റെ ആ വിഗ്രഹം പാർത്ഥസാരഥിയുടെ രൂപമായിട്ട് വളരെ സാദൃശ്യമുണ്ട് കേട്ടോ. ഇത് പാൽപ്പായസത്തിന് എടുക്കുന്ന വെള്ളത്തിൻ്റെ കിണറാണ് കേട്ടോ. ഇത് അവിടുത്തെ വെണ്ണയാണ് കേട്ടോ. വെണ്ണ ഒരു കുടത്തിലാക്കിയിട്ട്, ചെറിയൊരു കുടത്തിലാക്കിയിട്ടാണ് തന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ കഴിപ്പിച്ച പ്രസാദമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചുറ്റുവിളക്കിനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അമ്പലം. അതായത് ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചുറ്റുവിളക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വിളക്ക് ആരാ കത്തിക്കുന്നത് എന്നറിയില്ല. എന്തായാലും അതാ കണ്ടോ, കത്തിച്ചിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണന് അർജുനന് നൽകിയ 3 വിഗ്രഹങ്ങളുടേന്ന്. അത് ഒന്ന് ഗുരുവായൂരിലും, പിന്നെ മറ്റേതൊന്ന് തൃപ്പൂണിത്തുറയിലും, പിന്നെ മൂന്നാമത്തേത് അമ്പലപ്പുഴയിലാണെന്നാണ് വിശ്വാസം കേട്ടോ. പക്ഷേ ഇവിടെയുള്ള ഈ വിഗ്രഹം നമ്പൂതിരിമാർ പ്രതിഷ്ഠിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് എന്താ പറയുക, ഒരു നാരായണത്വ ഭ്രാന്തം വന്നിട്ടാണ് ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് എന്നുള്ള ഐതിഹ്യം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് അവിടെ ഒരു ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൻ്റെ സമയത്ത് ഈ ഗുരുവായൂരുള്ള വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ സൂക്ഷിച്ചത് കൊണ്ട് തന്നെ അവിടെ ഈ ശ്രീകോവിലിൽ ഇപ്പോഴും അവിടെ ശ്രീ ഗുരുവായൂരപ്പനെ നമുക്ക് കാണാമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഓലമേഞ്ഞിട്ടുള്ള ആ സ്ഥലത്താണ് കുഞ്ചൻ നമ്പ്യാരെ വിഴാവുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ രാത്രിയാകുമ്പം അമ്പലത്തിൻ്റെ നടേൻ്റെ ഉള്ളിൽ സോപാന സംഗീതം നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഉണ്ട് എന്ന്. അപ്പം സോപാന സംഗീതവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കും. നല്ല രസമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാടിയ ആൾ. പാൽപ്പായസത്തിന് വേണ്ടി ഞങ്ങൾ രാവിലെയാണ് നിൽക്കുന്നത് കേട്ടോ. ക്യൂ രാവിലെ 11 മണിക്കാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 9:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ വന്ന് ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ പായസം വാങ്ങിയത് കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.